അപ്പോൾ ഈ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പൈസ അടിച്ചു മാറ്റിയ ഒരു വിരുദ്ധനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിലുള്ള തുക അടിച്ചു മാറ്റിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒരു സെക്ഷൻ ക്ലാർക്കിനെ സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്തയുണ്ട്. 35 ലക്ഷം രൂപയാണ് വയനാട്ടിലെ ദിലീപ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള പൈസയായിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ എസ് ശ്യാംകുമാറുണ്ട്. ശ്യാം, പറയൂ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച പണമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സെഷൻ ക്ലർക്കായ ദിലീപ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഈ അക്കൗണ്ടിലൂടെയാണ് ബാങ്കിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ പണം പോയിക്കൊണ്ടിരുന്നത്. അവിടെ സ്വന്തം അക്കൗണ്ട് നമ്പർ നൽകി അക്കൗണ്ടിലേക്ക് പലതവണയായി പണം മാറ്റുകയായിരുന്നു. ഇത് നിരീക്ഷിക്കേണ്ട സെഷൻ സൂപ്രണ്ട് അടക്കമുള്ളവർ നിരീക്ഷിക്കാതിരുന്നതാണ് ഈ തട്ടിപ്പുകാരന് ഇത് എളുപ്പമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത് പിടിക്കപ്പെട്ടത്. ഇതോടുകൂടി ഈ പണം അടിച്ചു മാറ്റിയെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിലവിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്ടർ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അത് സംഘടനാ തലത്തിലുള്ള ഇടപെടലാണ് FIR ഇടാൻ വൈകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കുട്ടികളുടെ പൈസ അടിച്ചുകൊണ്ടുപോയ ആളെ പിടികൂടിയിട്ടുണ്ട്. പണം തിരികെ വാങ്ങുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.